എൻ്റെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആനന്ദത്തിൻ്റെ, അതിലേറെ കൃതജ്ഞതയുടെ ഒരു സമയമാണ്. വിശുദ്ധനായ പോൾ ആറാമൻ മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ സാന്നിധ്യമുള്ള ഒരു കാലഘട്ടത്തിലെ സഭയിലാണ് നമ്മൾ ജീവിക്കുന്നത്. തുടർന്ന് മാർപ്പാപ്പ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. മറ്റെന്തിനേക്കാളും ഉപരിയായി ഈ നാളുകളിൽ ആത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ പ്രവാഹം സമൃദ്ധമായി സഭയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠമായൊരു വചനമാണ് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49-ാം വചനത്തിൽ. അവിടെ ഈശോ പറഞ്ഞു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ. രണ്ട് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. ഒന്ന്, ഞാൻ തീയിടാനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ തീ അത് വെറും ഭൗമികമായൊരു തീയല്ല, അത് പരിശുദ്ധാത്മ തീയാണ്, അത് ആത്മാവിൻ്റെ തീയാണ്. ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ്. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ഈ തീ ഇത് കത്തിജ്വലിച്ചിരുന്നെങ്കിൽ, ലോകം മുഴുവനിലും, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനതകളിൽ ഈ തീ കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്, ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ഈ വചനത്തിൻ്റെ നിവൃത്തീകരണമാണ് പെന്തക്കോസ്ത് നാളിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3-4 വചനങ്ങളിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്താ വചനം പഠിപ്പിക്കുന്നത്? അഗ്നിനാവുകളുടെ രൂപത്തിൽ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ആ അഗ്നിനാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് സെഹിയോൻ മാളികയിലേക്ക് ഇറങ്ങി വന്ന ഈ ആത്മാവിൻ്റെ തീ നമ്മുടെ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സഭാ ചരിത്രത്തിലുടനീളം ഈ തീ കത്തി കത്തി ജ്വലിക്കുകയാണ്. തൻ്റെ സഭയ്ക്ക് ആവശ്യമായ സമയത്ത് അതാത് ആത്മീയ മുന്നേറ്റങ്ങൾ നൽകി തൻ്റെ സഭയെ നവീകരിക്കുകയും തൻ്റെ സഭയെ പരിപോഷിപ്പിക്കുകയും തൻ്റെ സഭയെ വളർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ പരിശുദ്ധ സഭയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിസാനത്താൽ, ആ സ്പിരിറ്റ് ബാപ്റ്റിസം, ആത്മാവിൻ്റെ തീ സാന്നിധ്യം, ആ സ്നാനം അപ്പോസ്തലന്മാർക്ക് ലഭിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. തുറന്നുള്ള സമയങ്ങളിൽ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. പത്രോസ്ലിക നടന്നു പോകുമ്പോൾ ആ നിഴലടിച്ചപ്പോൾ അത്ഭുത സൗഖ്യങ്ങളുണ്ടായി, അത്ഭുത ഡെലിവറൻസുകളുണ്ടായി, അത്ഭുത മാനസാന്തരമുണ്ടായി. നിഴലിന്റെ ശക്തി കൊണ്ടല്ല, ആ നിഴലിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനെ ഉപയോഗിച്ചിരുന്ന തൂവാലകള് രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ രോഗികൾക്ക് അത്ഭുത സൗഖ്യമുണ്ടായി. അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, അവർക്ക് അനുതാപമുണ്ടായി, മാനസാന്തരമുണ്ടായി. എഫെസസ് പട്ടണത്തിൽ അവിടെ നടമാടിയിരുന്ന പൈശാചിക ശക്തികൾ തകർന്നു വീണു. എൻ്റെ സഹോദരങ്ങളെ, അതൊന്നും പൗലോസിന്റെ ശക്തിയല്ല. നമുക്കറിയാം, പൗലോസിന്റെ കരങ്ങൾ വഴി പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ അതിവേഗം വളരുന്ന കാഴ്ച കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:47 പറയുന്നുണ്ട്, രക്ഷ പ്രാപിക്കുന്നവരെ ദിനം തോറും കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു,
വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 4:4 വരുമ്പോൾ നമ്മൾ കാണുന്നു അവരുടെ സംഖ്യ 3000-ൽ നിന്ന് 5000-ഓളമായി. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 14-ാം വചനത്തോട്ട് വരുമ്പോൾ നാം വീണ്ടും കാണുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സഭ അതിവേഗം വളരുന്നൊരു കാഴ്ചയാണ് നമ്മ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നത്. അതിന്റെ കാരണം ശക്തിയോടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, മാനസാന്തരങ്ങളായി, ഡെലിവറൻസുകളായി ഒത്തിരിയേറെ ജനമധ്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഈശോ പറഞ്ഞു, ഞാൻ വന്നത് തീയിടാനാണ്. ഈ ആത്മാവിന്റെ തീ പടർന്നപ്പോൾ, ഈ ആത്മാവിന്റെ തീ കാട്ടുതീ പോലെ സഭയിൽ കത്തി ജ്വലിച്ചപ്പോൾ സംഭവിച്ച മാറ്റങ്ങളും വളർച്ചകളുമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. കരമടിച്ച് പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞ് നല്ലൊരു കൈ കൊടുത്ത് ശക്തിയോടെ ശക്തിയോടെ കൈയടിച്ച് നന്ദി പറയാം. സ്തുതിക്കുന്നു, 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 കർത്താവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കാലഘട്ടം ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. തന്നെ സ്നേഹിക്കുന്നവരിലൂടെ, തന്നെ ആശ്രയിക്കുന്നവരിലൂടെ, തന്നെ ആദരിക്കുന്നവരിലൂടെ അസാധാരണമായ വിധത്തിൽ തൻ്റെ സഭയിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ജനപദങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മപകർച്ചയുടെ സമയം. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ ഉറക്ക ഉണർവോടെ പറഞ്ഞ് ഇത് പരിശുദ്ധാത്മ സമയമാണ്. പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ഇത് ആത്മപകർച്ചയുടെ സമയമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 50-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് നിർജീവമല്ല. തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് ഉറക്കം തൂങ്ങിയിരിക്കുകയില്ല. കാലത്തിന്റെ വെല്ലുവിളികൾക്ക് അനുസൃതമായി, കാലത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് തന്റെ സഭയെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ മുന്നോട്ട് നയിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് ഈ നാളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയോ എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ അത് എന്നെ വല്ലാതെ തൊട്ടുണർത്തിയ ഒരു കാര്യമാണ്. സുവിശേഷം കടന്നു ചെല്ലാത്ത ചില രാജ്യങ്ങൾ ഇന്നും ലോകത്തിലുണ്ട്. പരസ്യമായി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റാത്ത നിയമങ്ങളുള്ള രാജ്യങ്ങൾ. അവിടെ മിഷണറിമാർക്ക് പ്രവേശനമില്ല, ബഹുമാനപ്പെട്ട വൈദികർക്ക് ഒഫീഷ്യലായി ഇവിടെ വരാൻ പറ്റില്ല, സിസ്റ്റേഴ്സിന് മിഷൻ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇന്നും ഈ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള രാജ്യത്ത് ഞാനൊരു വിദേശ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾക്ക് 19 വയസ്സാണ് പ്രായം. അവളുടെ പേര് ബുർസാർ നൂർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു ടർക്കിഷ് ഗേള്. അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ, എനിക്കൊരു കാര്യം പങ്കുവെക്കാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് മോളെ? ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഞാൻ നാളുകളായി ആഗ്രഹിക്കുകയായിരുന്നു, ആരാണ് ഏക സത്യദൈവം? ഏക സത്യദൈവം ആരാണ്? അവിടെ സുവിശേഷം പറയാൻ അവിടെ മിഷണറിമാരില്ല, പരസ്യമായി ദൈവദിനം പ്രഘോഷിക്കാൻ നമ്മളെപ്പോലെ പ്രേക്ഷിതരില്ല, ശുശ്രൂഷകരില്ല, വൈദികരില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിലും ജനതകളിലും ഈ നാളുകളിൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. Hallelujah! Hallelujah! Yes, it is a time of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ആ പെൺകുട്ടിയോട് പറഞ്ഞു, ബ്രദർ, ഇന്നേക്ക് 2 വർഷം മുൻപ് ഞാനൊരു ദിവസം രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് എൻ്റെ മുറിയിൽ ഒരു പ്രകാശം പരന്നു. ഞാൻ കാണുകയാണ് ഒരു ചെറുപ്പക്കാരനെ. ആ പ്രകാശത്തിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ടു. ആ സ്വരം ഇതാണ്, ബുർസ, ഐ ആം ദ ലോർഡ്, ഞാനാകുന്നു കർത്താവ്, ഞാനാകുന്നു കർത്താവ്.
എന്റെ സഹോദരങ്ങൾ, അവൾക്ക് മനസ്സിലായി യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവം. അവൻ മാത്രമാണ് ഏക രക്ഷകൻ. അവൻ മാത്രമാണ് ഏക രാജാവ്. അവൾ യേശുവിനെ ഏക രക്ഷകനായി സ്വീകരിച്ചു. അവളുടെ കുടുംബം ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബമാണ്. അവളെ അവർ ഉപദ്രവിച്ചു, അവളെ അവർ പീഡിപ്പിച്ചു. അവൾ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ യേശുവിനെ തള്ളിക്കളയില്ല, എനിക്ക് എൻ്റെ ഈശോ മതി, എനിക്ക് ഈശോ മതി. പരിശുദ്ധാത്മാവാണ് അവളെ ബലപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് അഭിഷേകം ചെയ്യുന്നത്. തൻ്റെ വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ, തൻ്റെ വിശ്വാസം ഏത് പീഡനത്തിൻ്റെയും സഹനത്തിൻ്റെയും നടുവിൽ തൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ മസിൽ പവറും ബ്രെയിൻ പവറും പൊളിറ്റിക്കൽ പവറും അല്ല. ആ ഉന്നതത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി, അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ കുടുംബം അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. സഹോദരങ്ങളെ, ആ കുടുംബം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവൾ യേശുവിനെ സ്നേഹിച്ചു. ഞാനിത് പറയുമ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് അവൾക്ക് 19 വയസ്സ് പ്രായം. കർത്താവിനോടുള്ള സ്നേഹം, ആ ഇന്റിമസി. ഇന്ന് അവൾ ഒരു കോൺവെന്റിൽ ചേർന്ന് തൻ്റെ ജീവിതം ഈശോയ്ക്കായി സമർപ്പിച്ച് ഒരു സമർപ്പിത ജീവിതത്തിനായി ആ പെൺകുട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ജനതകളിൽ ഇതുപോലെ നമ്മൾ ഒത്തിരി ന്യൂസൊന്നും അറിയുന്നില്ല, ഇതൊന്നും മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ലോകരാജ്യങ്ങളിലും ജനതകളിലും ശക്തമായി പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നൂറുകളല്ല, ആയിരക്കണക്കിന് ജീവിതങ്ങള് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി തങ്ങളുടെ ജീവിതങ്ങളെ ക്രിസ്തുവിനായി സമർപ്പിക്കുമാറ് ജനതകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഇത് ആത്മപകർച്ചയുടെ സമയമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇടതും വലതിരിക്കുന്ന വ്യക്തി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അഭിഷേകത്തോടെ പറഞ്ഞേ, ഇത് ആത്മപകർച്ചയുടെ സമയമാണ്. ആത്മപകർച്ചയുടെ സമയമാണ്. എന്റെ സഹോദരങ്ങളെ, ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 7-ാം വചനത്തിൽ ഒരു പ്രവചന വചനമുണ്ട്. ആ വചനം എന്താണ്? ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ഉറക്കെ പറഞ്ഞ വചനം, ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ഇത് ഭൂമി കുലുക്കാണോ? കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് ഭൂമി കുലുക്കമാണോ? പിന്നെ ഇത് എന്ത് കുലുക്ക? ഇത് എന്ത് കുലുക്കത്തെ കുറിച്ചാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ്, ശ്രദ്ധിച്ച നിങ്ങള്, പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേക ശക്തിയാൽ ദേശങ്ങളെ, രാജ്യങ്ങളെ, ജനതകളെ കർത്താവായ യേശുവിനായി കുലുക്കുന്ന, ഇളക്കിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ സമയം, കൃപയുടെ സമയം. അതുകൊണ്ട് നമ്മൾ പാടിയത്, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം. ഈ ഒരു സമയം എന്തിന്റെ സമയമാണ്? ആത്മപകർച്ചയുടെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ആഗോള സഭയിലേക്ക് നോക്ക് സഹോദരങ്ങളെ. അതിന്റെ ഒരു ചിത്രം മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. എന്തുമാത്രം ശക്തിയോടെ തന്റെ സഭയെ നവീകരിക്കുവാൻ, തന്റെ സഭയെ ശക്തിപ്പെടുത്തുവാൻ, തന്റെ സഭയെ പരിപോഷിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്റെ സഭയിൽ എന്തുമാത്രം പ്രവർത്തിക്കുന്നതിന് തെളിവാണ് സഭയിൽ നടക്കുന്ന, ശ്രദ്ധിക്കുക, സഭയിൽ നടക്കുന്ന ആഗോള യുവജന സമ്മേളനങ്ങൾ. സഭയിൽ നടക്കുന്ന ആഗോള യുവജന സമ്മേളനങ്ങൾ. ശക്തിയോടെ Oh mighty Lord, mighty power, mighty anointing. The powerful experience that will generate through you more just
ഒരു ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കുക. ഇന്ന് സഭയിൽ ശക്തിയോടെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആഗോള യുവജന സമ്മേളനങ്ങള്, സഭയിൽ നടക്കുന്ന നവീകരണ മുന്നേറ്റങ്ങൾ. ഇപ്പോൾ നമ്മുടെ കേരള സഭയിലേക്ക് നമുക്ക് വരാം. ഈ നവീകരണ മുന്നേറ്റത്തിലൂടെ നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ദേശങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്ക്, നമ്മുടെ ഇടവക കൂട്ടായ്മകൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളും നന്മകളും അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ 50 വർഷം തൻ്റെ സഭയ്ക്ക് എന്തുമാത്രം ആത്മീയവും ബൗദ്ധികവുമായ അനുഗ്രഹങ്ങളും നന്മകളുമാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. അതിനെ ഓർത്ത് നല്ലൊരു കൈയടി കർത്താവിനെ കൊടുത്തേ, നല്ലൊരു കൈയടി. ഞാൻ അവസാനിപ്പിക്കുക സഹോദരൻ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ 50-ാം വർഷത്തിൽ നമ്മൾ ഈ ഗോൾഡൻ ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ദർശനമുണ്ടാകണം. അടുത്തൊരു റിവൈവൽ. എൻ്റെ സഹോദരങ്ങൾ, 1967 അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ പിറ്റ്സ്ബർഗിൽ അവിടെ ഡ്യൂക്കൻസ് യൂണിവേഴ്സിറ്റി നമുക്കറിയാം ആ അനുഭവങ്ങൾ. അതിനെ തൊട്ടടുത്ത് കുറച്ച് ചെറുപ്പക്കാരെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുവാൻ, ആ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് ഈ ആത്മാവിൻ്റെ പുത്തൻ പ്രവാഹം പകർന്നു നൽകുവാൻ കർത്താവ് തെരഞ്ഞെടുത്ത ഒരു സമയമായിരുന്നു അത്. ആ ചെറുപ്പക്കാരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരെ പുതിയ വിധത്തിൽ, ഈ കാലത്തിന് ചേരുന്ന വിധത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് കരുണ കാണിച്ചു. അതിൽ പങ്കെടുത്ത അവർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. ഞാനത് ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾ വായിക്കുക. അവർക്കുണ്ടായ പരിശുദ്ധാത്മ അനുഭവം, അവർക്കുണ്ടായ ആത്മപകർച്ചയുടെ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം, ആത്മാവിന്റെ തീ, കർത്താവ് പറഞ്ഞ തീടാന വന്നിരിക്കുന്നത്. ഈ തീ അവരുടെ മേൽ കത്തിപ്പടർന്നപ്പോൾ എന്താണ് അവർക്കുണ്ടായത്? അവിടെ നമുക്ക് അതിൻ്റെ ആദ്യം തൊട്ട് ഇത് അവസാന ഭാഗമാണല്ലോ പോലെ. ആദ്യത്തെ അവിടെ പറയാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ കത്തുന്ന അനുഭവം ഞങ്ങൾ നുകർന്നു. പിന്നീട് എന്താ കാണുന്നത്? ഞങ്ങൾ അവിടുത്തെ ആരാധിച്ചു. അന്ന് ആദ്യമായി, എല്ലാവരും ഉറക്കെ പറഞ്ഞ, അന്ന് ആദ്യമായാണ് എന്താണ് ആരാധനയെന്ന് നമ്മുടെ ദൈവം എല്ലാറ്റിനെയും സംഹരിക്കുന്ന അഗ്നിയാണെന്നുള്ള അനുഭവം ഞങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു. വീണ്ടും അതിൻ്റെ ആരംഭത്തിൽ അവർക്കുണ്ടായ അനുഭവം എന്താണ്? അവരനുഭവിച്ചറിഞ്ഞത്? ആ ചെറുപ്പക്കാർ പ്രകാരം സാക്ഷ്യപ്പെടുത്തി, ദൈവഭയം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഞങ്ങൾ ഭയപ്പെട്ടു. അവിടുന്ന് അവിടെ, പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറെ സ്നേഹിക്കപ്പെടുന്നുവെന്നും ഞങ്ങൾ ഭയന്നു. എൻ്റെ സഹോദരങ്ങൾ, അവർക്കുണ്ടായ പരിശുദ്ധാത്മ അനുഭവമാണ്. ഇതുപോലെ ഈ ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സഭയിൽ വീണ്ടും ഒരു പുതിയ പകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ആഘോഷവേളയിൽ, ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ കേരള സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിൽ വീണ്ടും അഭിഷേകത്തിൻ്റെ അലയടികൾ ഉണ്ടാകണം. പുറപ്പാട് പുസ്തകം 15:10 വചനം പറയുന്നുണ്ട്, നിന്റെ കാറ്റ് നീ വീശി, നിന്റെ കാറ്റ് നീ വീശി. ആത്മാവിന്റെ കാറ്റ് വീണ്ടും കേരള സഭയിൽ ആഞ്ഞടിക്കുവാൻ, അത് ഭാരത സഭയിലേക്ക്, ആഗോള സഭയിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ജനതകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ യുവമക്കളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ആത്മപകർച്ചയുണ്ടാകുവാൻ ഈ ജൂബിലിയുടെ ആഘോഷവേളയിൽ ഹൃദയം തുറന്ന് കണ്ണുനീരോടെ ചങ്കുപൊട്ടി ഞാനും നിങ്ങളും ദൈവ തിരുമുൻപിൽ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. കർത്താവേ, ഒരു പുതിയ ഉണർവ് ഞങ്ങളുടെ സഭയ്ക്ക് നൽകണമേ, കുടുംബങ്ങൾക്ക് നൽകണമേ. സഹോദരങ്ങളെ, ഇത് പ്രാർത്ഥനയുടെയും ഉണർവിന്റെയും റിവൈവലിന്റെയും സമയമാണ്. സഭയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും, എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുവാൻ അവർ ഒന്നിച്ചേർന്നു. ഇവിടെ നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ പങ്കുവെച്ചു, നവീകരണം വരുന്നത് ഗ്രൂപ്പുകളിലാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ഉണരണം, നമ്മുടെ കൂട്ടായ്മകൾ ഉണരണം, മിനിസ്ട്രികൾ ഉണരണം, ധ്യാന കേന്ദ്രങ്ങൾ ഉണരണം. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു മെയിൻ ഫോക്കസ് ആകണം, കർത്താവേ
വീണ്ടും ഞങ്ങൾക്കൊരു ഉണർവ് നൽകണമേ. ഹല്ലേലൂയാ. വീണ്ടും ഞങ്ങൾക്കൊരു ഉണർവ് നൽകണമേ. അങ്ങയുടെ സഭയെ നവീകരിക്കണമേ. ദേശങ്ങളെ ഉണർത്തണമേ. രാജ്യങ്ങൾ ഇവാഞ്ചലൈസ് ചെയ്യണമേ. ജനതകളെ കർത്താവേ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഈ ഒരു പ്രാർത്ഥനകൾ ഈ വചന കൂടാരത്തിൽ ഉണരട്ടെ, ഉയരട്ടെ. അതിനായി നമുക്ക് മുട്ടുമടക്കാം. ഞാനൊരു കൊച്ചനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക സഹോദരങ്ങളെ. 1905 ഇംഗ്ലണ്ടിന് വെയിൽസിൽ അവിടെ ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു 13 വയസ്സുള്ള ഒരു ബാലൻ, അവൻ്റെ ദേശത്തിൻ്റെ അവസ്ഥ കണ്ട് അവന് വല്ലാത്ത വേദന തോന്നി. നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ? നമ്മൾ നവീകരണം, മുന്നേറ്റം നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് ഈ തീ നമുക്ക് തന്നു. ഈ ആത്മാവിൻ്റെ തീ ഒരുപാട് മാറ്റങ്ങൾ സഭയിൽ ഉണ്ടാക്കി. കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഈ തീ ശക്തമായി പ്രവർത്തിച്ചു. അതിൻ്റെ അടയാളമാണ് നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ഈ സാക്ഷി ജീവിതങ്ങൾ. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, വലിയ തകർച്ചയിലാണ് നമ്മൾ. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ യുവജനങ്ങള്, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ ദേശങ്ങള്, നമ്മുടെ കൂട്ടായ്മകള് വലിയ വിധത്തിൽ വിശ്വാസ തകർച്ചയിലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ വീണ്ടും ഒരു റിവൈവൽ ഞങ്ങൾക്ക് നൽകണമേ, കേരള സഭയ്ക്ക് നൽകണമേ. 1967 അത് അമേരിക്കയിൽ നിന്ന് കാട്ടുതീ പോലെ അത് ലോകത്തിന്റെ രാജ്യങ്ങളിലേക്ക്, ആഗോള സഭയിലേക്ക് പടർന്നുവെങ്കിൽ അടുത്തൊരു റിവൈവൽ, അടുത്തൊരു ഉണർവ് കേരള സഭയിൽ നിന്ന് ലോകം മുഴുവനിലും കത്തിപ്പടരുവാൻ നമുക്ക് ഇവിടെ ഈ ഒരു സമയത്ത് കരങ്ങൾ വിരിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവാൻ റോബർട്ട്സ് പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു ഉണർവ് ഞങ്ങൾക്ക് തരണേ, പരിശുദ്ധാത്മാവിന്റെ പകർച്ച നൽകണമേ. 13 വർഷം അവൻ പ്രാർത്ഥിച്ചു. ഏതാനും ചെറുപ്പക്കാർ അവന്റെ കൂടെ കൂടി. എന്റെ സഹോദരങ്ങൾ, നിങ്ങൾക്കറിയോ, അവൻ 26-ാമത്തെ വയസ്സിൽ ഇത് സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇംഗ്ലണ്ടിൽ, വെയിൽസിൽ വലിയ ആത്മീയ ഉണർവുണ്ടായി, വലിയ ആത്മപകർച്ചയുണ്ടായി. ഈ ആത്മീയ ഉണർവിന്റെ ഭാഗമായിട്ട് ബാറുകൾ അടച്ചുപൂട്ടി, മദ്യശാലകൾ അടച്ചുപൂട്ടി. എൻ്റെ സഹോദരങ്ങളെ, പോലീസുകാർക്കൊന്നും പണിയില്ലാതായി, അനേകരും മാനസാന്തരപ്പെട്ടു, അനുതാപമുണ്ടായി. ഒത്തിരിയേറെ ജീവിതങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി. അവർ യേശുവിനെ ഏക രക്ഷകനായി സ്വീകരിക്കുമാറ് ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിലൂടെ ഈ തലമുറയിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ഇന്നും പരിശുദ്ധാത്മാവ് സർവശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. 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 നിങ്ങൾക്കറിയോ, കോടതികളിൽ കേസുകൾ ഇല്ലാതായി. വെറുപ്പും വൈരാഗ്യം, പിടിവാശിയും മാത്സര്യവും മാറി. ജനം ക്ഷമിക്കാൻ തയ്യാറായി, പൊറുക്കാൻ തയ്യാറായി, സ്നേഹിക്കാൻ തയ്യാറായി, എളിമപ്പെടാൻ തയ്യാറായി. ഇതാണ് പരിശുദ്ധാത്മ ഉണർവിന്റെ റിസൾട്ട്. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഈ ഉണർവിന്റെ ആദ്യ നാളുകളിൽ 80-90 കാലഘട്ടങ്ങളിൽ ഇവിടെ എന്താ സംഭവിച്ചേ? അതിന്റെ നിഴല് പോലും ഇപ്പോൾ നടക്കുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, കോടതികളൊക്കെ, യൂണിവേഴ്സിറ്റികളിൽ ആത്മപകർച്ചയുണ്ടായി. അവിടെ പ്രൊഫസേഴ്സും അവിടെ വിദ്യാർത്ഥികളും ഒരുമിച്ച് പരിശുദ്ധാത്മം നിറഞ്ഞു. അവരെ കെട്ടുകഥ പറയല്ല, അവരെ കരങ്ങൾ കോർത്ത് പിടിച്ച് ഭാഷാപര ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. വെറും ഒറ്റ മാസം കൊണ്ട് ഏകദേശം 1.5 ലക്ഷം യുവജനങ്ങളാണ് തങ്ങളുടെ യൗവനത്തെ കർത്താവിനും സഭയ്ക്കുമായി സമർപ്പിച്ച് ലോകത്തിന്റെ പല ദിക്കുകളിലേക്കും മിഷണറിമാരായി പോകാൻ അവരെ തന്നെ സമർപ്പിച്ചത്. ഇതുപോലെ സഭാ ചരിത്രത്തിൽ എന്തുമാത്രം റിവൈവലുകൾ ഉണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പരിശുദ്ധാത്മ ശക്തിയോടെ പ്രവർത്തിക്കും ലോകരാജ്യങ്ങളിൽ. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രവർത്തനം നടക്കുന്നു. ഇറാനിൽ വളരെ യുദ്ധക്കെടുതികളും യുദ്ധത്തിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കറിയോ, നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ, അത് കള്ളക്കഥകളല്ല. ഇറാനിലും മധ്യപൂർവേഷ്യയിലെ പല രാജ്യങ്ങളിലും ആയിരങ്ങൾ, പതിനായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് വ്യക്തികള് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്.
It is a time of the Holy Spirit. ആമേൻ ആമേൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ ഇത് അവന്റെ സമയമാണ്. ആമേൻ. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് ഈ ഒരു പ്രൊഫറ്റിക് വിഷൻ നമ്മൾ സ്വീകരിക്കും. നമ്മുടെ സഭയെ കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച്, നമ്മുടെ യുവജനങ്ങളെ കുറിച്ച്, നമ്മുടെ കൂട്ടായ്മകളെ കുറിച്ച്, നമ്മുടെ മിനിസ്ട്രികളെ കുറിച്ച് നമുക്കൊരു ആത്മനൊമ്പരം ഉണ്ടാകണം, ഒരു ആത്മവേദന ഉണ്ടാകണം. കർത്താവേ, ഇവിടെയെല്ലാം ആത്മാവിന്റെ പ്രവർത്തനം വീണ്ടും വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ഉണർവ് ഇവിടെയെല്ലാം വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ തീ ഇവിടെയെല്ലാം കത്തിപ്പടരട്ടെ. ഈ ഒരു പ്രാർത്ഥന ഇവിടെ നിന്ന് ഉയരണം സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ത്യയിൽ നമുക്കറിയാം, പഞ്ചാബ് മാത്രം പലയിടങ്ങളിലും 10,000 ലക്ഷക്കണക്കിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, സിഖുകാരാണ് അവർ യേശുക്രിസ്തുവിനെ ഏക രക്ഷകനായി സ്വീകരിച്ച് വലിയ മാറ്റങ്ങൾ വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ കൻസാസ് സിറ്റിയിൽ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ശക്തമായ ആത്മപകർച്ചയുണ്ടായിട്ട് 4 യുവജനങ്ങളാണ് പാപത്തെയും മ്ലേച്ഛതയെയും അശുദ്ധിയും വിട്ടുകളഞ്ഞ് തങ്ങളുടെ യൗവനം യേശുക്രിസ്തുവിനായി സമർപ്പിച്ചത്. ഒഹായോ സിറ്റിയിൽ വെറുതെ പറയില്ല സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിവസം 1000 യുവജനങ്ങളാണ് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായി മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല, യൂറോപ്പിലും ഇതുപോലെ പരിശുദ്ധാത്മാവ്. യൂറോപ്പ് കഴിഞ്ഞു, യൂറോപ്പ് തീർന്നു, അവിടെ വിശ്വാസം നശിച്ചു എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, അതൊരു ഭാഗത്ത് കുറച്ചൊക്കെ ശരിയാണെങ്കിലും മറുഭാഗത്ത് യൂറോപ്പിലെ സഭയെ റീവാഞ്ചലൈസ് ചെയ്തുകൊണ്ട്, യൂറോപ്പിലെ സഭയെ നവീകരിച്ചുകൊണ്ട് തൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അഭിഷേകത്തിന്റെ വസന്തമൊരുക്കി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. UK-യിലും അയർലൻഡിലും ഫ്രാൻസ്, കഴിഞ്ഞ ദിവസം എന്നെ ജെയിംസ് മഞ്ഞാക്കലച്ചൻ വിളിച്ചു. മഞ്ഞാക്കലച്ചൻ നിങ്ങൾക്ക് അദ്ദേഹം ഫ്രാൻസിൽ ധ്യാനം നടത്തി. ഫ്രാൻസിൽ മലയാളികൾക്കല്ല, ഫ്രഞ്ചുകാർക്ക് 9,000 ഫ്രഞ്ചുകാരാണ് കർത്താവിന്റെ സുവിശേഷം കേൾക്കാൻ കടന്നു വന്നത്. ഇത് ആത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ 9,000 പേര് പോയിട്ട് 9 പേര് വരില്ല. ഒരു പുതിയ അഭിഷേകത്തിന്റെ വസന്തം തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രവാചക ദർശനം സ്വീകരിച്ച് കർത്താവിനും സഭയ്ക്കുമായി കത്തുന്ന ആത്മാക്കളായി, തീപിടിച്ച ജീവിതങ്ങളായി നമുക്ക് ധീരതയോടെ സാക്ഷ്യം നൽകാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടായ്മകളെയും നമ്മുടെ സമൂഹങ്ങളെയും നമ്മുടെ മിനിസ്ട്രികളെയും നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളെയും നമ്മുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാൽ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.